അന്ന് മദീനയിൽ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ ആ സ്വഹാബിയെ മറവ് ചെയ്യുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ അന്ന് മരണപ്പെട്ട ഒരു സ്വഹാബിയുടെ മയ്യിത്ത് കർമ്മത്തിന് സാക്ഷിയായി ആ മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കാനും ആ ഖബർ ഒരുക്കി കൊടുക്കാനും അവിടെ മണ്ണ് ഇട്ട് ആ ഖബറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും സ്വഹാബത്തിന്റെ കൂടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് അധ്വാനിച്ചതിന് ശേഷം സ്വഹാബികൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവരോട് പറയുന്നു, എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. ഞാൻ കൊതിച്ചു പോകുന്നു, എന്റെ സഹോദരന്മാരെയൊക്കെ ഞാനൊന്ന് കണ്ടെങ്കിൽ. ഈ ഉമ്മച്ചികളിൽ വരാൻ പോകുന്ന സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയുമാണ് അല്ലാഹുവിന്റെ റസൂൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വഹാബികൾ പറഞ്ഞില്ലയോ, നബിയെ ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലയോ? ഹബീബ് ഇരിക്കുന്നത് ഖബർസ്ഥാനിൽ, കയ്യിലൊരു ചെറിയ വടിയുണ്ടായിരുന്നു, അതുകൊണ്ട് മണ്ണിലെന്തോ നബി തങ്ങൾ വരക്കുന്നുണ്ട്. സ്വഹാബിമാർ ചുറ്റുമുണ്ട്, കഴിഞ്ഞുപോയ ഒരു കാലം മണ്ണിന് താഴെയുണ്ട്. അവിടെ വെച്ചാണ് ഹബീബ് ഈ വാക്ക് പറയുന്നത്, എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. അവർ ചോദിച്ചു, നബിയേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? നിങ്ങളല്ല, നിങ്ങൾ എന്റെ അസ്ഹാബ്, എന്റെ അനുചരന്മാർ, എന്റെ അനുയായികൾ. അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ് ആണ്, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, നിങ്ങൾ എന്റെ ഡിസൈപ്പിൾസ്, എന്റെ ശിഷ്യന്മാർ. എന്നാൽ ഞാൻ ഈ പറയുന്ന സഹോദര സഹോദരിമാർ ഇതുവരെ ലോകത്ത് വരാത്തവർ, അല്ലദീന ലം യഅ്തു ബഅദ്, ഇതുവരെ ലോകത്തേക്ക് വന്നിട്ടില്ല അവർ. ഞാനിത് പറയുന്നത്, ഈ സംഭവങ്ങൾ നിബിധങ്ങൾ പറഞ്ഞ ഈ യുദ്ധങ്ങൾ എന്തേ നമ്മുടെ കാലത്ത് നടക്കുന്നു? നമുക്കെന്താണ് അതുകൊണ്ട് പ്രയോജനം? പേടിയല്ലാതെ എന്ന് ചിന്തിച്ചു പോവല്ലേ? നമ്മുടെ ഈമാനിന് അള്ളാഹു നൽകുന്ന വില ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നിബിധങ്ങൾ പറഞ്ഞ ഈ ഹദീസുകളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഈമാൻ അന്നത്തെ സ്വഹാബിമാരുടെ ഈമാനിനേക്കാളും 100 ഇരട്ടി വലുപ്പത്തിലും വണ്ണത്തിലും പ്രതിഫലം കിട്ടാൻ കഴിയുന്ന ഈമാനായി നമ്മുടെ ഈമാനിന് മാറാൻ കഴിയും. അല്ലാഹുവിന്റെ നിബിധങ്ങൾ പറയുന്നു, ഞാൻ എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ അവർ നിങ്ങളല്ല, അല്ലദീന ലം യഅ്തു ബഅദ്, ഇതുവരെ വരാത്തവർ, യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. അല്ലാഹു നമ്മളെയൊക്കെ ആ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞതിൽ അല്ലാഹു പെടുത്തി തരട്ടെ.